Good morning. Welcome to Sapphire Future Academy Board Booster Series. നമ്മൾ മാത്സിന്റെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് +2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഡിറ്റർമിനൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്ത് ഏത് ചാപ്റ്റർ ആയിരുന്നു? മെട്രിക്സിന്റെ ചാപ്റ്റർ ആയിരുന്നു. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ മെട്രിക്സിന്റെ ബാക്കിയായിട്ട് വരുന്ന നമ്മുടെ ടോപ്പിക്കാണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ മെട്രിക്സിനകത്ത് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ പറയുമ്പോൾ അതിനകത്ത് ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്? ഒരു തന്നിരിക്കുന്ന ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞത്, ആ മെട്രിക്സിനെ ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന പേര് വിളിച്ചത്. അപ്പം അങ്ങനെ ഏതൊരു സ്ക്വയർ മെട്രിക്സിനോടും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ ഉണ്ട്. ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഒരു ഡിറ്റർമിനന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ടു എവരി സ്ക്വയർ മെട്രിക്സ് എ ഈക്വൽ ടു എ ഐ ജെ ഓഫ് ഓർഡർ എൻ. എന്തുകൊണ്ടാണ് നമ്മളവിടെ ഓർഡർ എൻ എന്ന് പറയാൻ കാര്യം? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണല്ലോ എന്താണ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളം എന്ന് എഴുതും. എന്നിട്ട് എങ്ങനെ വായിക്കുക നമ്മൾ? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളം എന്ന് വായിക്കും. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ മെട്രിക്സ്, അതായത് നമ്പർ ഓഫ് റോയും കോളവും ഡിഫറൻ്റ് ആണെങ്കിൽ 2/3, 3/4, 1/2 അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയേ വരുള്ളൂ? 1/1, 2/2, 3/3, 4/4 ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ എ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന് മാത്രം പറഞ്ഞാലും അത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2/2 എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓർഡർ എൻ എന്ന് മാത്രം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിനോടും അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് നമ്പർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഡിറ്റർമിനന്റ് എന്ന് വിളിക്കുന്നത്. അതെപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ തന്നെ വരണമെന്നില്ല. നമുക്കിപ്പോൾ സൈനും കോസിൻ്റെയൊക്കെ ടേമിലാണെങ്കിൽ അതിൻ്റെ ടേമിലായിരിക്കും വരിക. ഒരു തന്നിരിക്കുന്ന ഒരു റിയൽ നമ്പറോ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിയോ അല്ലെങ്കിൽ XYZ ടൈമിലോ അപ്പോൾ പോളിനോമിയലായിട്ടൊക്കെ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഏതാണ്? 1/1 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ആ വാല്യൂ അതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതായത് എക്സാമ്പിൾ പറയാം, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനകത്ത് നമുക്ക് -2 എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഏത് വാല്യൂ തന്നെയായിരിക്കും വരുന്നത്? ആ -2 തന്നെ എഴുതിയാൽ മതി. ഇതാണ് 1/1 ഓർഡർ അല്ലെങ്കിൽ ഓർഡർ 1 വരുമ്പോൾ. ഇനി ഓർഡർ 2 വരുമ്പോൾ അതിൻ്റെ ജനറൽ ഫോം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? A11, A12, A21, A22. ഇതാണല്ലോ അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സുകളുടെ പ്രോഡക്റ്റ് എടുക്കുക. അതായത് A11 ഇൻറ്റു A22 മൈനസ് A12 ഇൻറ്റു A21. ഡയഗണൽ എലമെന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഈ പറയുന്ന ഓഫ് ഡയഗണൽ. ഈ ഡയഗണൽ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ നമ്മൾ എപ്പോഴും മെയിൻ ഡയഗണൽ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ കേസിൽ നമ്മൾ ഡയഗണൽ ഇങ്ങനെയും പറയാം. പക്ഷെ മെട്രിക്സിൻ്റെ കേസിൽ അത് പറ്റില്ല. നമ്മൾ മെട്രിക്സിൻ്റെ ചാപ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. കാരണം ഡയഗണൽ എലമെന്റ്സ് എങ്ങനെ വരുള്ളൂ? AIJ എന്ന് പറയുന്ന എലമെന്റിൽ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ മാത്രമേ അത് ഡയഗണൽ ആവുള്ളൂ. അതുകൊണ്ട് ഇതാണ് എപ്പോഴും നമ്മൾ ഡയഗണൽ എലമെന്റ് പറയുക. ഇത് ഡയഗണൽ എലമെന്റ് അല്ല. അപ്പോൾ ഈ മെയിൻ ഡയഗണൽ എലമെന്റുകളുടെ പ്രോഡക്റ്റ് എടുക്കുക മൈനസ് മറ്റ് 2 എലമെന്റുകളുടെ പ്രോഡക്റ്റ് എടുക്കുക. ഇങ്ങനെയാണ് ഒരു 2/2 ഓർഡർ അല്ലെങ്കിൽ ഓർഡർ 2 വരുന്ന ഒരു ഡിറ്റർമിനന്റിനെ നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് 1, 2, 3, 4 ഇങ്ങനൊരു മെട്രിക്സ് കിട്ടിയാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്? 1 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു 2. സോ അവർ ആൻസർ ഈസ് ഈക്വൽ ടു -2. അപ്പോൾ ഇതാണ് 2/2 ഓർഡർ അല്ലെങ്കിൽ ഓർഡർ 2 വരുന്ന ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞു. നമുക്ക് ഓർഡർ 3 വരെയാണ് കേട്ടോ ആവശ്യം വരിക. 3 വരെയുള്ള ഡിറ്റർമിനന്റ് ആണ് നമുക്ക് സാധാരണയായിട്ട് ചോദിക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് 3/3 ഓർഡർ കൺസിഡർ ചെയ്താൽ A11, A12, A13, A21, A22, A23,
A31, A32, A33. ഇതാണല്ലോ നമ്മുടെ 3/3 മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കാരണം ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് +2 ബോർഡ് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. എന്നാൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രയാങ്കിൾ തന്നിരുന്നാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, തന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അവിടെ എല്ലാം ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതും കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്നത് ഈ 3/3 ഓർഡർ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് A11. അപ്പോൾ ഏത് റോ വെച്ചും അല്ലെങ്കിൽ ഏത് കോളം വെച്ചും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിറ്റർമിനൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഏത് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യാറ്? ഫസ്റ്റ് റോ വെച്ചിട്ടാണ്. എന്നാൽ ചില കേസിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും റോയിൽ നമ്പർ ഓഫ് 0 ഒക്കെ കൂടുതലാണെങ്കിൽ അത് വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സ്റ്റെപ്പ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ഫസ്റ്റ് റോ വെച്ചിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കോളം വെച്ചാണ്. ഇപ്പം ഞാൻ ഫസ്റ്റ് റോയാണ് കൺസിഡർ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. A11, അതായത് ഈ എലമെൻ്റ് എടുത്താൽ ഇത് വരുന്ന ഈ റോയും കോളവും പോയിട്ട് ബാക്കി വരുന്ന ഈ 4 എലമെൻ്റ് ഉണ്ടല്ലോ, ആ 4 എലമെൻറ്റിനെ ഇതുപോലെ ഡിറ്റർമിനൻ്റ് എടുക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? പറയാം. A11 ഇൻറ്റു ഈ റോയും കോളവും പോയിട്ട് എത്ര വരും? A22 ഇൻറ്റു A33 മൈനസ് A32 ഇൻറ്റു A23. രണ്ടാമത് എപ്പോഴും നമ്മൾ മൈനസ് സൈനാണ് തുടങ്ങുക. കാരണം ഇവിടെ ഒരു -1 raised to 1 + 1, -1 raised to 1 + 2 ആ ഒരു ഓർഡറിലാണ് വരിക. അപ്പോൾ ആദ്യത്തെ നമ്പർ അങ്ങനെ തന്നെ എഴുതി, രണ്ടാമത്തെ നമ്പർ നമ്മൾ സൈൻ മാറ്റിയാണ് കൊടുക്കുക. A12 ഇൻറ്റു അത് വരുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി 4 എലമെൻറ്റിനെ ഈ 2/2 ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ റോയും കോളവും പോയിട്ട് ബാക്കി എത്ര വരും? A21 ഇൻറ്റു A33 മൈനസ് A31 ഇൻറ്റു A23. വീണ്ടും മൂന്നാമത്തെ ടൈം എടുക്കാം. A13 ഇൻറ്റു എങ്ങനെയാണ് A13 വരുന്നത്? ഈ റോയും ഈ കോളവും പോയിട്ട് ബാക്കി എത്ര വരും? A21 ഇൻറ്റു A32 മൈനസ് A22 ഇൻറ്റു A31. ഇങ്ങനെയാണ് ഒരു 3/3 ഓർഡറിൽ വരുന്ന ഡിറ്റർമിനൻ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 by 1 നമുക്ക് കാര്യമായിട്ട് അങ്ങനെ ചോദിക്കില്ല. 2/2 അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു പഠിക്കേണ്ടത് 3/3 ആണ്. കാരണം ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു വാല്യൂവിൽ ഒരു മൈനസോ പ്ലസോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ആൻസർ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിറ്റർമിനൻറ്റ് മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കില്ലെങ്കിൽ നമുക്കൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിറ്റർമിനൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാൽക്കുലേഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 1 - 2 3 0 1 4 -1 2 -3 ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് തന്നിരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക? ഫസ്റ്റ് റോ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം. 1 ഇൻറ്റു ഈ 1 വരുന്ന ഈ റോയും ഈ കോളവും കാൽക്കുലേറ്റ് ചെയ്ത് ഇതൊക്കെ കളയാം, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. 1 വരുന്ന ഈ റോയും ഈ കോളവും നമുക്കൊക്കെ ഡിലീറ്റ് ചെയ്തു. ബാക്കി എത്ര വരും എന്ന് പറയാം? ഈ 4 എലമെൻറ്റ് വരും. ശരിയല്ലേ? ഫസ്റ്റ് റോയിൽ വന്ന ഈ 1 വന്ന റോയും 1 ഇൻക്ലൂഡ് ചെയ്ത കോളവും ഡിലീറ്റ് ചെയ്താൽ ഈ 4 എലമെൻ്റാണ് വരിക. ആ 4 എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ എടുക്കുക? 1 ഇൻറ്റു -3 -3 മൈനസ് 2 ഇൻറ്റു 4 8. രണ്ടാമത് എപ്പോഴും നമ്മൾ ഇതിൻ്റെ സൈൻ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ സൈനൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് മൈനസ് ആക്കി. സൈൻ ഇല്ല മീൻസ് അത് പോസിറ്റീവായിട്ടാണല്ലോ കൺസിഡർ ചെയ്ത്. അപ്പോൾ ഇവിടെ -2 ആയതുകൊണ്ട് ഇവിടെ -2 അതായത് എത്ര വന്നു? നമുക്ക് +2 എന്ന് വന്നു. അപ്പോൾ ഈ റോയും ഈ കോളവും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 റോയും കോളവും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവുമാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ പോയി, സെക്കൻഡ് കോളം പോയി, ബാക്കി ഏതായിരിക്കും എലമെൻറ്റ് വരിക? 0 ഇൻറ്റു -3 0 മൈനസ് -1 ഇൻറ്റു 4 സോ ഇറ്റ് ഈസ് -4 ഇത് +4 ആയി. വീണ്ടും 3 ഇൻറ്റു ലാസ്റ്റ് നമ്പർ ഈ 3 വന്ന ഈ റോയും കോളവും പോയി 0 ഇൻറ്റു 2 എത്രയാണ്? 0 മൈനസ് -1 ഇൻറ്റു -1 അപ്പോൾ ഇത് എത്രയായിരിക്കും വരിക? നമുക്ക് +1 വരും. അതായത് ദാറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു -3 -8 അപ്പോൾ -11 പ്ലസ് 2 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 1 സോ -11 പ്ലസ് 8 പ്ലസ് 3 എന്ന ആൻസർ കിട്ടും.
മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഫസ്റ്റ് റോ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എലമെൻ്റ് എടുത്തു. ഇപ്പം ഈ റോയിൽ പോയ അതേ കാൽക്കുലേഷൻ വേണമെങ്കിൽ എവിടെയും ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക്. ഈ കോളത്തിലും ചെയ്യാമായിരുന്നു. ഇവിടെ കോളം ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി ആയേനെ. കാരണം രണ്ടാമത്തെ നമ്പർ 0 കിടക്കുന്നത് കൊണ്ട് 0 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം ഫുള്ളായിട്ട് അവിടെ നിന്ന് ഡിലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ കുറച്ച് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ റോ തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആ റോയിൽ ചെയ്ത അതേ ഓപ്പറേഷൻ എവിടെയും വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് കോളത്തിലും ചെയ്യാം. അതായത് 1 ഇൻറ്റു ഈ റോയും കോളം പോയപ്പോൾ ഈ എലമെൻറ്റ് എന്ത് ചെയ്യും, അതുപോലെ തന്നെ വരും. അടുത്ത 0 ഇൻറ്റു അത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, ഓൾറെഡി 0 ആയി. പിന്നെ -1 ഇൻറ്റു ഈ -1 എടുക്കുമ്പോൾ ഈ റോയും ഈ കോളവും പോയിട്ട് ഇത് തമ്മിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏത് റോയോ അല്ലെങ്കിൽ ഏത് കോളോ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് വരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നൊരു സാധനമാണ് എന്താ അറിയോ, ഏരിയ കണ്ടുപിടിക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകൾ തന്നിരുന്നാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇതുപോലെ ഡിറ്റർമിനൻ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ബേസിക് മെത്തേഡ്സുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമായിട്ട് അത് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. എന്നാൽ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഇത് തന്നിട്ട് എക്സിൻ്റെ വാല്യൂ വാല്യൂറ്റ് ചെയ്യാം. ഇതേ സാധനം നമ്മൾ മെട്രിക്സിൽ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു പഠിച്ചത്? 2 മെട്രിക്സുകൾ ഈക്വൽ ആകണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ ഇക്വേറ്റ് ചെയ്താണ് എക്സ് കണ്ടുപിടിച്ചത്. അതായത് ഈ 2 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കൊടുക്കാം, ഈ എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ ഡിറ്റർമിനൻ്റ് ഒരിക്കലും കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ ഈക്വൽ ആവണം എന്നൊരു കണ്ടീഷൻ പറയുന്നില്ല. പിന്നെ പോയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഡിറ്റർമിനൻ്റ് 2 സൈഡിലും ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയ ഡിറ്റർമിനൻ്റിൻ്റെ ആൻസറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് മാത്രമാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, 2 - 12 ഈക്വൽ ടു 2x² - 2. 2 × 1 2 - 12 ഈക്വൽ ടു 2x² - 2. നമുക്ക് x² വാല്യൂ ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ x² ഉള്ള ടേം നമുക്ക് അവിടെ നിൽക്കട്ടെ. ആ എക്സ് അല്ലെങ്കിൽ x² ഉള്ള ടേം മാത്രം ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കാം. ബാക്കി ടേമുകൾ ഇപ്പോൾ ഈ -2 കൂടി ഇങ്ങോട്ട് എടുത്താൽ ഇത് 2 - 12 + 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2x². അപ്പോൾ ഈ 2 + 2 എടുത്തപ്പോൾ 4 - 12 ഈക്വൽ ടു 2x². അപ്പോൾ ഇവിടെ നമുക്ക് x² വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ -4 കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് +12 ആക്കാം. അപ്പോൾ എത്ര ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ 16. ദാറ്റ്സ് ഈക്വൽ ടു 2x². സോ x² ഈക്വൽ ടു 16/2. ദാറ്റ്സ് ഈക്വൽ ടു 8. സോ x ഈസ് ഈക്വൽ ടു √8 എന്ന് കിട്ടും. 8ൻ്റെ റൂട്ട് അതിങ്ങനെ തന്നെ എഴുതിയിട്ടാലും മതി എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ. അല്ലെങ്കിൽ ഈ 8നെ എങ്ങനെ റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക, നമുക്ക് 4 × 2 എന്നാക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു +or- കൂടെ കൊടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ ഇതിനെ 2√2 എന്ന് കൊടുക്കാം. അപ്പോൾ മെട്രിക്സിനകത്തും ഡിറ്റർമിനൻറ്റിനകത്തും നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. മെട്രിക്സിൽ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കറസ്പോണ്ടിങ് എലമെൻറ്റുകളാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡിറ്റർമിനൻ്റ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എങ്ങനെയാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2 സൈഡിലും ഡിറ്റർമിനൻ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ആ കിട്ടിയ വാല്യൂ തമ്മിൽ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്ത് എക്സോ അല്ലെങ്കിൽ x² എന്താണോ അവിടെ വന്നിരിക്കുന്നത് ആ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഡിറ്റർമിനൻറ്റിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് പോയാൽ നമ്മൾ ആദ്യം പറയുന്നതാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകൾ നമുക്ക് x1/1 x2/2 ആൻഡ് x3/3 തന്നാൽ എങ്ങനെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ എളുപ്പം, ഹാഫ് ഡിറ്റർമിനൻറ്റ് x1/1 1, x2/2 1, x3/3 1. അത് ലാസ്റ്റ് കോളം കംപ്ലീറ്റ് 1 കൊടുക്കുക. ഫസ്റ്റും സെക്കൻഡും കോളം തന്നിരിക്കുന്ന നമ്മുടെ വെർട്ടിസസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനൊരു ഹാഫ് കൂടെ കൊടുക്കുക. ഇനി
ചില കേസിൽ ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. പക്ഷേ ഏരിയ നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഏത് നമ്പറേ എടുക്കാറുള്ളൂ? പോസിറ്റീവ് നമ്പറേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇനി അഥവാ ഇതിൻ്റെ ഏരിയ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ഫൈനൽ ആൻസർ എടുത്തെഴുതുമ്പോൾ ഏരിയ എത്രയായിട്ട് കൊടുക്കണം? നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ പറയുന്നത്. ഈ പറയുന്ന ഏരിയ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, സപ്പോസ് ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണ ആൻസർ 0 ആണെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആണ്. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു ട്രയാങ്കിൾ ഇല്ല എന്നാണ്. അപ്പം അങ്ങനെ ഒരു ട്രയാങ്കിൾ ഇല്ല എന്ന് പറയണമെങ്കിൽ ആ 3 പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റില്ല? അവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇനി എങ്ങനെയുള്ള 3 പോയിന്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാതെ വരിക? ആ 3 പോയിന്റ്സ് കൊളീനിയർ ആകുമ്പോൾ, അല്ലെങ്കിൽ ആ 3 പോയിന്റ്സ് ലൈ ഓൺ എ സെയിം ലൈൻ, ഒരേ ലൈനിൽ തന്നെയാണ് ആ പോയിന്റ്സുകൾ വരുന്നത് എങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അത് വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഒരു പോയിന്റ് എങ്കിലും ആ ലൈനിൽ നിന്നും മാറിക്കിടക്കുമ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ 3 പോയിന്റ്സുകൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരിക്കലും എന്താവില്ല? അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടില്ല. അതാണ് ഈ പോയിന്റ് പറയുന്നത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ 3 കൊളീനിയർ പോയിന്റ്സ് ഈസ് 0. ചിലപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. 3 പോയിന്റ്സുകൾ തന്നിട്ട് ഈ പോയിന്റ്സുകൾ കൊളീനിയർ ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഈ ഡിറ്റർമിനന്റ് എടുക്കുക, ആ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് നമുക്ക് കൊളീനിയർ പോയിന്റ്സിന്റെ ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഒരു സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ 3, 8, -4, 2 ആൻഡ് 5, 1. നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിടേണ്ട കാര്യമില്ലല്ലോ. ഇത് നിങ്ങൾ ഇത് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്തു നോക്കണം. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഡിറ്റർമിനന്റ് 3, 8, 1 -4, 2, 1 5, 1, 1. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് ഓർമ്മയുണ്ടല്ലോ? 3 ഇൻറ്റു ഇത് വരുന്ന റോയും കോളവും പോയിട്ട് എങ്ങനെ വരും? 2 × 1 2 മൈനസ് അല്ല, ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് എഴുതാം, ബാക്കി കാൽക്കുലേഷൻ ചെയ്തു നോക്കാം. 3 ഇൻറ്റു ഈ റോയും കോളവും പോയി, എന്നിട്ട് എന്ത് വരും? 2 × 1 2 - 1. രണ്ടാമത് എപ്പോഴും നമ്മൾ മൈനസേ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. -8 ഇൻറ്റു ഈ റോയും ഈ കോളവും പോയപ്പോൾ -4 × 1 -4 -5 പ്ലസ് 1 ഇൻറ്റു ഈ റോയും ഈ കോളവും പോയി. അപ്പോൾ എത്ര കിട്ടി? -4 -10 -4 × 1 -5 × 2. ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനേത് കൊടുത്താൽ മതി? ഒരു ഹാഫ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കിട്ടും. ഇനി പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഇനി അഥവാ നെഗറ്റീവ് നമ്പർ ഏരിയയ്ക്ക് വന്നാൽ ഒരു കാരണവശാലും ഫൈനൽ ആൻസറായിട്ട് നമ്മൾ നെഗറ്റീവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കരുത്. എന്ത് ചെയ്യുക? ആ കിട്ടുന്ന വാല്യൂവിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രമാണ് നമ്മൾ ഏരിയയ്ക്ക് എടുക്കാവുള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമുക്ക് പറയുകയാണ് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 10 ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 10 എന്ന് കൊടുത്താണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ആ ഡിറ്റർമിനന്റ് ഈക്വൽ ടു വെറുതെ 10 കൊടുത്താൽ പോരാ, +or-10 കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നത്? ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 10 വന്നാലും -10 വന്നാലും നമ്മൾ അതിൻ്റെ ആൻസർ എന്തായിട്ടാണ് എടുക്കുക? ഏരിയ 10 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഏരിയ 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഏരിയ 10 ആണെങ്കിൽ ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കറക്റ്റ് 10 ആവണമെന്നില്ല. മേ ബി എന്താവാം? +10 ആവാം, -10 ആവാം. അപ്പോൾ അതിലേത് വാല്യൂ ആണോ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്നത്, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും അതിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അത് മനസ്സിലാവും. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ജോയിനിങ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 1, 3, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 0, 0. ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യൂസിങ് ഡിറ്റർമിനൻസ്. അതൊരു ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഫൈൻഡ് കെ. അതവിടെ നിൽക്കട്ടെ. ഇപ്പം 2 പോയിന്റ് തന്നിട്ടുണ്ട്.
ഈ 2 പോയിന്റ് നമ്മളെ +1 സ്ട്രെയിറ്റ് ലൈനിന്റെ ചാപ്റ്ററിനകത്ത് 2.4 ഫോമിൽ സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞു നമ്മളോട് ഏതുപയോഗിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിറ്റർമിനന്റ് ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ വരണം ഡിറ്റർമിനന്റും ലൈനും തമ്മിൽ എന്താണ് റിലേഷൻ? എന്താ റിലേഷൻ? ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമ്മൾ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0 ആണെങ്കിൽ ആ ഡിറ്റർമിനന്റിൽ നമ്മൾ ഉപയോഗിച്ച 3 പോയിന്റ്സുകൾ എങ്ങനെയുള്ള പോയിന്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊളീനിയർ ആണ്. അപ്പം ലൈനിൻ്റെ കണ്ടീഷനും ഡിറ്റർമിനന്റിന്റെ കണ്ടീഷനും കൂടെ ഒരുമിച്ച് വരുന്ന തിയറി ഏതാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്, ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താ =0 വന്നാൽ ആ 3 പോയിന്റ്സ് കൊളീനിയർ ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ 2 പോയിന്റ്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെടുക്കാം, ആ 3ാമത്തെ പോയിന്റിനെ നമ്മൾ ഒരു XY എന്നങ്ങ് ഡിനോട്ട് ചെയ്യാം. എന്നിട്ട് ഈ ABC കൊളീനിയർ ആണ് എന്നെടുക്കാം. ഈ ABC എങ്ങനെയുള്ള പോയിന്റ് ആണെന്ന് കൊടുക്കാം, കൊളീനിയർ ആണ്. ABC കൊളീനിയർ ആവാൻ വേണ്ട കണ്ടീഷൻ അറിയാമല്ലോ, ഹാഫ് ഡിറ്റർമിനന്റ് 1 3 1 0 0 1 x/1 ദിസ് ഡിറ്റർമിനന്റ് =0. ഈ ഹാഫിന്റെ ഈ /2 നേരെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കളയാം. റൈറ്റ് സൈഡ് 0 ആണ്, അപ്പോൾ ആ വാല്യൂ അങ്ങോട്ട് പോയി. ബാക്കിയുള്ള ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ എങ്ങനെ വരും, 1 ഇൻറ്റു നേരത്തെ പറഞ്ഞ പോലെ 1 ഇൻറ്റു ഈ റോയും കോളവും പോയിട്ട് 0 - 3 ഇൻറ്റു ഈ -3 വരുമ്പോൾ ഈ റോയും ഈ കോളവും പോയിട്ട് എത്ര വരും, 0 - x പ്ലസ് 1 ഇൻറ്റു ഈ റോയും കോളവും പോയിട്ട് 0 - 0. ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. അതായത് എത്രയാണ്, -y + 3x = 0 ഓർ 3x = എത്രയാന്ന് കൊടുക്കാം, y. ഇതാണ് ഈ പറയുന്ന 2 പോയിന്റ്സ് കൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. കൊളീനിയാരിറ്റിയുടെ കണ്ടീഷൻ ഉപയോഗിച്ച് ഏത് വാല്യൂ കണ്ടുപിടിക്കാം, ഒരു സ്ട്രെയിറ്റ് ലൈനും ദാ ഇതുപോലെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് വായിച്ചേ. ഫൈൻഡ് K ഇഫ് ഒരു അഡീഷണൽ പോയിന്റ് കൂടി തന്നു. എന്താണ്, D എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നു, K0 എന്നാണ് പോയിന്റ് എടുക്കുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പോയിന്റ് എടുക്കേണ്ടത്, A എടുക്കണം, B എടുക്കണം, അവിടെ ഒരു D എന്ന് പറയുന്ന ഒരു പോയിന്റ് K0 തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റുകൾ ഫോം ചെയ്യുന്ന ട്രയാങ്കിളിന്റെ ഏരിയ, ആ ഏരിയയാണ് എത്രയായിട്ട് തന്നിരിക്കുന്നത് നമുക്ക് 3. ഇത് പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എടുക്കാം ഹാഫ് ഡിറ്റർമിനന്റ് 1 3 1 0 0 1 K0 1 ദിസ് 1 ഈസ് ഈക്വൽ ടു എത്രയാന്ന് പറഞ്ഞു, 3. അപ്പം ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടണ വാല്യൂ +3 ആണെങ്കിലും -3 ആണെങ്കിലും നമുക്ക് എന്തായിരിക്കും വരിക, അവിടെ ഈ ആൻസർ 3 എന്നാണ് എഴുതുക. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ഓൾജിബ്രൈക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, ഈ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഡിറ്റർമിൻ്റെ വാല്യൂ ഈക്വൽ ടു എന്താണ്, 3 എന്ന് കൊടുത്താൽ പോരാം. എങ്ങനെ തന്നെ കൊടുക്കണം, നമ്മൾ +or-3 എന്ന് തന്നെ കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ 2 നമ്മൾ നേരെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡ് +or-6 ആകും. ഈ ഡിറ്റർമിനന്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. 1 ഇൻറ്റു ഈ റോയും കോളവും പോയി, അപ്പോൾ ഇത് 0 - 0 തന്നെ വന്നു. -3 ഇൻറ്റു ഈ റോയും ഈ കോളവും പോയി, അപ്പോൾ 0 - k പ്ലസ് 1 ഇൻറ്റു ഈ റോയും ഈ കോളവും പോയപ്പോൾ അവിടെ എത്ര വരും, ഇത് 0 വരും, ഈക്വൽ ടു +or-6 വരും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഈ 2 കൂടെ നമ്മൾ നേരെ റൈറ്റ് സൈഡിലോട്ട് ക്രോസ് ചെയ്തപ്പോൾ. അപ്പോൾ ഈ ടൈം അങ്ങ് പോയി. അപ്പോൾ ആൻസർ 3k = +or-6. +6 കൊടുക്കാം, -6 കൊടുക്കാം. അപ്പോൾ 3k = 6 ആകുമ്പോൾ k = 6/3 ദാറ്റ് ഈസ് 2 എന്ന് വരും. ഇനി 3k = എത്രയായിരിക്കും, -6 ആണ് വരുന്നതെങ്കിൽ k = -6/3. അപ്പോൾ ആൻസർ എത്ര കിട്ടിയത് നമുക്ക്, -2. ഇതാണ് നമ്മളുടെ ഡിറ്റർമിനന്റിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്, ഏരിയ ഓഫ് ദ
ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? ഹാഫ് ഡിറ്റർമിനൻറ്റ് x1y11 x2y21 x3y31. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ പോസിറ്റീവോ നെഗറ്റീവോ എന്തുമായിക്കോട്ടെ അതിനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുക. അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ച് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാം, കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം, കൊളീനിയർ ആണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം, ഇനി ആ രണ്ട് പോയിന്റിൽ കൂടെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇതെല്ലാം നമുക്ക് ഏത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്ന നമ്മുടെ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ അത്രയും കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നതാണ് നമ്മുടെ മൈനർ ആൻഡ് കോഫാക്ടർ. തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ മൈനറും കോഫാക്ടറും എന്താണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന മുഴുവൻ പ്രോബ്ലത്തിലും ഈ കോഫാക്ടറിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. മൈനർ അത് വെച്ചിട്ട് നമ്മൾ കോഫാക്ടർ പറയുന്നു, കോഫാക്ടർ വെച്ചിട്ട് അഡ്ജോയിൻ്റ് പറയുന്നു, അഡ്ജോയിൻ്റ് വെച്ചിട്ട് ഇൻവേഴ്സ് പറയുന്നു, ഇൻവേഴ്സ് വെച്ചിട്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. അപ്പം അവിടം വരെ പോകുന്ന ഈ ഡിറ്റർമിനൻറ്റിൻ്റെ മുഴുവൻ ടോപ്പിക്കിലേക്കും ഏത് വേണം? നമുക്ക് ഈ പറയുന്ന കോഫാക്ടർ വേണം. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് നമ്മൾ ഈ പറയുന്ന മൈനർ ആൻഡ് കോഫാക്ടർ. മൈനർ മാത്രം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ വരാറില്ല, കോഫാക്ടറാണ് ആവശ്യം. ഈ കോഫാക്ടർ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ മൈനർ ഉപയോഗിച്ച് അതങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഒരു നമ്പറിൻ്റെ മൈനർ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനൻറ്റിലെ ഓരോ എലമെൻറ്റുകൾക്കും മൈനറുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനൻ്റ് ഒരു 2/2 ഫോമിലാണെങ്കിൽ 4 എലമെൻ്റ് ഉണ്ട്, ഈ 4 എലമെൻറ്റുകൾക്കും മൈനർ ഉണ്ടാവും. തന്നിരിക്കുന്ന മെട്രിക്സ് 3/3 ഫോമിലാണെങ്കിൽ അവിടെ 3 റോസ് വിത്ത് 3 കോളംസ്, അപ്പം 9 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 9 എലമെൻറ്റ്സുകൾക്കും എന്തുണ്ട്? മൈനർ ഉണ്ട്, കോഫാക്ടർ ഉണ്ട്. അല്ലാതെ ഒരു ഡിറ്റർമിനൻറ്റിന് കോമൺ ആയിട്ട് ഒരു മൈനറോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു കോഫാക്ടറോ അല്ല വരിക. പിന്നെ എങ്ങനെ വരിക? ഓരോ എലമെൻറ്റിനും എന്തുണ്ടാവും? നമുക്ക് ഒരു മൈനർ ഉണ്ടാവും, ഒരു കോഫാക്ടർ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ എന്ന് പറയുന്നത് ആ എലമെൻറ്റ് വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? മൈനർ എന്ന പേര് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 2 3 -1 4 2 0 1 -1 ഇങ്ങനെ എടുത്താൽ നമ്മുടെ മെട്രിക്സിൻ്റെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഈ എലമെൻറ്റിനെയാണ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? A11 അല്ലേ? അടുത്ത എലമെൻറ്റ് A12 A13 ഇങ്ങനെ പറയും. അപ്പോൾ ഈ A11 എന്ന് പറയുന്ന ഈ എലമെൻറ്റിൻ്റെ മൈനറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു M11. അതാണ് നമ്മളിവിടെ പറയുന്ന മൈനറിനെ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക? MIJ. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമുക്ക് M11 എന്ന് ഡിനോട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈനർ. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമിനന്റ് ഒബ്റ്റൈൻഡ് ബൈ ഡിലീറ്റിംഗ് ഇറ്റ്സ് ith റോ ആൻഡ് jth കോളം. ഇപ്പോൾ A11 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതിനെയാണ് മൈനർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് റോയും നമ്മൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ. ഈ ഫസ്റ്റ് റോയും ഈ ഫസ്റ്റ് കോളവും കളഞ്ഞിട്ട് ഈ 4 എലമെൻറ്റ് വരും. അതിനെ നമ്മുടെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ എത്ര വരും നോക്കിയേ? 4 × -1 -4 -1 × 2, അതായത് 2. അപ്പോൾ ആൻസർ എത്ര കിട്ടി? -6. ഇങ്ങനെ ഏത് എലമെൻറ്റിൻ്റെയും കണ്ടുപിടിക്കാം. ഇപ്പോൾ M12 ചെയ്യാം, M13 ചെയ്യാം. ഞാൻ M21 ചെയ്യാൻ പോവാണ്. M21 എന്ന് പറയാം. ഓർഡർ അനുസരിച്ചല്ല, ഞാൻ ഷഫിൾ ചെയ്ത് പറയുക. M21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് ഈ കിടക്കുന്ന എലമെൻറ്റ്. അതിൻ്റെ മൈനർ ചോദിക്കുമ്പോൾ ആ നമ്പർ വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ എടുക്കുക. അപ്പം ഇതാണല്ലോ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന എലമെൻറ്റ്. അപ്പം ആ എലമെൻറ്റ് വരുന്ന ഈ റോയും ഈ കോളവും എലിമിനേറ്റ് ചെയ്തു. ബാക്കി വരുന്ന 4 എണ്ണം എങ്ങനെയാണ്? 2 × -1 -2 -3 -2 -3. അപ്പോൾ അതെത്ര വന്നു? നമുക്ക് -5 എന്ന് തോന്നും. ഇനിയിപ്പോൾ ഇത് M21, ഇത് M22, ഞാൻ M23 ചെയ്യുമ്പോൾ M23 ഈ എലമെൻ്റ് ആണ്, സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് M23 ചെയ്യാം? അത് വരുന്ന റോയും
കോളവും എലിമിനേറ്റ് ചെയ്തു. ഇത് വരുന്ന ഈ റോയും ഈ കോളവും എലിമിനേറ്റ് ചെയ്തു. അപ്പൊ എത്ര വരും എന്ന് പറഞ്ഞേ? 1 മൈനസ് 0. 1 മൈനസ് 0. അപ്പൊ എത്ര വരും നമുക്ക്? 1. ഇനി അടുത്ത റോ വരാം. ഏതാണ്? ഇപ്പൊ ഈ മൈനർ ആണെങ്കിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എത്രയാ വരിക? M31, അടുത്ത M32, അടുത്ത M33. ഞാൻ M33 കൂടെ പറയുവാണ്. M33 കൂടെ എങ്ങനെയാ M33 വരുന്നത്? ഇതാണ് നമ്മുടെ M33. അപ്പൊ ഇത് വന്നിരിക്കുന്ന ഈ റോയും ഈ കോളവും നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ബാക്കി എത്ര വരും? 1 × 4, 4 മൈനസ് 2 × -1 -2. അപ്പൊ ഇത് 4 + 2 6. ഇങ്ങനെയാണ് ഓരോ എലമെന്റുകളുടെയും മൈനർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മൈനർ മാത്രമായിട്ട് നമ്മളോട് ചോദിക്കാറില്ല. നമുക്ക് വേണ്ടത് കോഫാക്ടർ ആണ്. സൈൻഡ് മൈനർ ഈസ് കോൾഡ് കോഫാക്ടർ എന്നാണ്. സൈൻഡ് മൈനർ ഈസ് കോൾഡ് കോഫാക്ടർ എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? ഈ മൈനറിനകത്ത് ഒരു സൈൻ മേ ബി ചേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് കോഫാക്ടർ കിട്ടും. അപ്പൊ കോഫാക്ടറിനെ നമ്മൾ ക്യാപിറ്റൽ എ വെച്ച് ഡിനോട്ട് ചെയ്യാം. ഇവിടെ എലമെന്റുകളെയാണല്ലോ നമ്മൾ സ്മോൾ എ വെച്ച് ഡിനോട്ട് ചെയ്ത്. അപ്പൊ കോഫാക്ടറിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ എ വെച്ച്. അപ്പൊ ആദ്യത്തെ എലമെന്റുകളുടെ കോഫാക്ടർ എന്നുള്ളതിന് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമുക്ക് A11 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതാണ് കോഫാക്ടർ. കോഫാക്ടർ എന്താന്ന് പറഞ്ഞിരിക്കുന്നു നമ്മള്? സൈൻഡ് മൈനർ ഈസ് കോൾഡ് കോഫാക്ടർ അല്ലെ? ഇതുണ്ടോ? Aij = എത്ര വരും? -1 raised to i + j. അതായത് A11 എന്ന് പറഞ്ഞാൽ -1 raised to i + j എന്ന് പറഞ്ഞാൽ 2 × M11. -1 സ്ക്വയർ എന്ന് പറഞ്ഞത് 1 തന്നെ വരുമല്ലോ. അപ്പോൾ M11ന്റെ ആൻസർ ആയ -6 അതുപോലെ തന്നെ എഴുതിയാൽ മതി. മാറ്റമൊന്നും വരുന്നില്ല. എന്നാൽ നമുക്ക് അടുത്ത എലമെന്റിലോട്ട് പോയാൽ A21 ഒന്ന് പറഞ്ഞു നോക്കാം. എത്രയായിരിക്കും A21 വരുന്നത്? പറഞ്ഞേ. -1 raised to 2 + 1 അതായത് 3 × M21. -1 raised to 3 എന്ന് പറഞ്ഞാൽ എത്രയാ? മൈനസ് വരും. M21 വന്നിരിക്കുന്നത് -5 ആണ്. അപ്പൊ -5. അപ്പൊ എത്ര കിട്ടി നമുക്ക് ആൻസർ? 5 എന്ന് വരും. അടുത്തത് M23 ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് A23 എന്ന് പറഞ്ഞേ. -1 raised to 5, 2 + 3. A23യുടെ വാല്യൂ 1 ആണ്. -1 raised to എടുക്കുമ്പോൾ അത് എത്ര വരും? -1. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. മൈനർ കിട്ടിയിരിക്കുന്ന അതേ നമ്പർ തന്നെ ആയിരിക്കാം മേ ബി കോഫാക്ടർ. ചിലപ്പോൾ എന്തിന്റെ വ്യത്യാസം കാണാം? ഒരു മൈനസിന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ കോഫാക്ടറിനെ എന്ത് പേര് വിളിച്ചത്? സൈൻഡ് മൈനർ ഈസ് കോൾഡ് ദ കോഫാക്ടർ എന്ന് പേര് വിളിച്ചത്. മനസ്സിലായോ? ഇനി മൈനർ കണ്ടുപിടിക്കാതെ നേരിട്ട് നമുക്ക് കോഫാക്ടറിലോട്ട് പോകാം. ഇപ്പൊ ഇതിനകത്തൊന്നും നമ്മൾ മൈനർ കണ്ടുപിടിക്കാത്ത ഒരു എലമെന്റ് എടുക്കാൻ പോവാണ്. A22, M22 ഞാൻ അവിടെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോഫാക്ടർ കണ്ടുപിടിക്കാം. മൈനർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ നേരിട്ട് നമുക്ക് കോഫാക്ടറിലോട്ട് ഒന്ന് പോയി നോക്കാം. അപ്പൊ എങ്ങനെയാ വരിക എന്ന് പറയൂ? A22 ഇതാണ് വരിക. അപ്പൊ ഈ സെക്കൻഡ് എലമെന്റ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? -1 raised to 2 + 2. എന്നിട്ട് ഈ 2 വന്ന ഈ റോയും ഈ കോളവും കളഞ്ഞപ്പോൾ -1 × -1 1 -0 × 2 അപ്പൊ 0. -1 raised to 4 എന്ന് പറയുമ്പോൾ അത് +1 തന്നെയല്ലേ വരിക? ആൻസർ 1 വരും. അപ്പോൾ അടുത്ത നോക്കാം നമുക്ക്. A21 ചെയ്തിട്ടുണ്ട്, 22 ചെയ്തു, 23 ചെയ്തു, 31 ഒന്ന് നോക്കാം. A31. അപ്പൊ നമ്മൾ സമയം കളയാതെ മൈനർ ചെയ്യാതെ നേരിട്ട് കോഫാക്ടർ ചെയ്യാനായിട്ട് പഠിക്കണം. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം പ്രോബ്ലം മുമ്പോട്ട് പോകുമ്പോൾ. അപ്പൊ A31 എങ്ങനെയാ ചെയ്യുന്നത്? A31 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ഇപ്പൊ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആണ് A31. -1 raised to 4 തന്നെ അവിടെ വന്നു. ഈ നമ്പർ ഇങ്ങനെ പോയിട്ട് എത്ര വരും? 2 × 2 4 -4 × 3 12. 4 - 12 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക് ആൻസർ? -8. അപ്പൊ ഇവിടെ പിന്നെ raised to 4 ആയതുകൊണ്ട് സൈൻ മാറ്റമൊന്നും വരുന്നില്ല. മനസ്സിലായോ? ഇനി A32 എന്ന് പറഞ്ഞേ. A32 -1 raised to 5. ഇതല്ലേ 32 വരുന്ന എലമെന്റ്. അപ്പൊ ഈ റോയും ഈ കോളവും പോയി. അപ്പൊ 1 × 2
-3 അപ്പൊ 2 + 3 5. ഇവിടെ -1⁵5 ഉള്ളത് കൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് നമ്പറും വരും. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, അവിടെ മൈനർ കണ്ടുപിടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നേരിട്ട് നമുക്ക് കോഫാക്ടറിലോട്ട് പോവാം. അപ്പൊ ഈ മൈനറും കോഫാക്ടറും ഉപയോഗിച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസുകളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. NCERT എക്സസൈസിനകത്ത് മൈനർ കോഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകളുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് കാൽക്കുലേഷൻ എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നോ അത്രയും സ്പീഡിൽ മൈനർ സ്കിപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുക. ആ കോഫാക്ടർ വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ടോപ്പിക്സുകളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു പഠിക്കുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.